SSLC Type 3 questions. To find first term or any other term when common difference and one term is not. ഒരു സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസവും ഏതെങ്കിലും ഒരു പദവും അറിയാമെങ്കിൽ ആദ്യ പദമോ മറ്റേതെങ്കിലും പദമോ കണ്ടുപിടിക്കുന്നത് എളുപ്പമാണിത്. സപ്പോസ് നമുക്ക് x6 ആറാം പദം തന്നിട്ടുണ്ട്. ആറാം പദം നമുക്ക് തന്നിരിക്കുന്നത് 24 ആണെന്ന് വിചാരിക്കാം. കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട് 3 ആണെന്ന് തന്നിരിക്കും. നമ്മൾ എങ്ങനെ ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കും? നമുക്ക് ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കണം, അതേപോലെ നമുക്ക് 10ാമത്തെ ടേമും കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു സർക്കിൾ വരച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം എക്സ്പ്ലനേഷൻ ടൈപ്പ് 2 ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ ഇത് ഒന്നാമത്തെ ടേം 2, 3, 4, 5, 6, 7. ഇവിടെ നമുക്ക് ആറാമത്തെ ടേം തന്നിട്ടുണ്ട് 24. സോ ആദ്യം നമുക്ക് ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ പോകാം. അപ്പം ആറാമത്തെ ടേം തന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ടേമിലേക്ക് എത്തണമെങ്കിൽ എത്ര തവണ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് അല്ലെ? എത്ര തവണ കോമൺ ഡിഫറൻസ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം, അത് മറക്കരുത്. അപ്പൊ എത്ര തവണ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യേണ്ടി വരും നോക്കിക്കേ. 1, 2, 3, 4, 5. മനസ്സിലായോ? അപ്പം x1 കിട്ടണമെങ്കിൽ x6ൽ നിന്ന് 5 തവണ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് x1 കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ x6 24 തന്നിട്ടുണ്ട്. അവിടെ നിന്ന് 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആയ 3 നമ്മൾ മൈനസ് ചെയ്യുന്നു. സോ വി ഗെറ്റ് 24 മൈനസ് 15 9 എന്ന് കിട്ടും. അപ്പൊ ഒന്നാമത്തെ ടേം നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. എന്തെഴുതാം? 9. അപ്പൊ മനസ്സിലായല്ലോ? ഒരു ടേം തന്നിട്ട് ഒന്നാം ടേം കാണണമെങ്കിൽ x1 കാണണമെങ്കിൽ x6 മൈനസ് 5 കോമൺ ഡിഫറൻസ് ആണ് ചെയ്തത്. ഇനി സർക്കിൾ വരയ്ക്കാതെ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. x12 തന്നാൽ ഹൗ വിൽ യു ഫൈൻഡ് x1? നോക്ക്, ഇതൊന്ന് ഈ റിസൾട്ട് ഒന്ന് നോക്കിക്കേ. x1 കാണണമെങ്കിൽ x6ൽ നിന്ന് 5 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യും. സോ x12 തന്നാൽ x1 കിട്ടണമെങ്കിൽ എത്ര കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം? 11 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ x100 തന്നാലോ? ഫസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്യും? x1 കാണണമെങ്കിൽ x100ൽ നിന്ന് അതിനേക്കാൾ 1 കുറവ് അല്ലെ? ഇവിടെ 6 എഴുതിയപ്പോൾ 5 ആണ് എഴുതിയത്. 6നേക്കാൾ 1 കുറവായ നമ്പർ. ഇവിടെ 12 എഴുതിയപ്പോൾ അതിനേക്കാൾ 1 കുറവായ 11 ആണ് എഴുതിയത്. അപ്പം x100 തന്നിട്ട് ഫസ്റ്റ് ടേമിലേക്ക് പോകണമെങ്കിൽ എത്ര കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം? 99 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി. അപ്പൊ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ x1 കാണണമെങ്കിൽ നമുക്കൊരു ഏതോ ഒരു ടേം, അതിന് ഞാൻ xn എന്ന് എഴുതുന്നു. xn തന്നാൽ അതിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം? n-നേക്കാളും 1 കുറവ്. 12 വന്നാൽ 11, 100 വന്നാൽ 99, 6 വന്നാൽ 5. അപ്പൊ n വന്നാൽ എത്രയാണ്? n-1 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. ഇത് നിങ്ങൾ ഓർത്താൽ മതി. ഏത് ടേം തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഒന്നാമത്തെ ഏത് ടേമും ഒരു കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ടേം കാണണമെങ്കിൽ ഏതാണോ ടേം തന്നെ അതിൽ നിന്ന് 1 കുറവായ അത്രയും കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. അതിന്റെ പൊസിഷനേക്കാളും 1 കുറവായ അത്രയും കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. ഇനി നമുക്ക് x6 24ഉം കോമൺ ഡിഫറൻസ് 3ഉം ആണെങ്കിൽ x10 കാണണമെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പൊ ഇത് തന്നെ റൂള് നോക്കുക. നിങ്ങളപ്പോ x1 കാണേണ്ട കാര്യമില്ല. ഇങ്ങനെ സർക്കിൾസ് വരച്ച് എഴുതുവാണെങ്കിൽ ഇത് 6th ടേം ആണെന്ന് വിചാരിക്കും. ഇത് 7, ഇത് 8, ഇത് 9, ഇത് 10. ഇത് ഞാൻ മുകളിൽ എഴുതിയത് പൊസിഷൻസ് ആണ്. 6th പൊസിഷനിലെ ടേം ആണ് 24. നമുക്ക് കാണേണ്ടത് ഈ 10th പൊസിഷനിലെ ടേം എത്രയാണെന്നാണ്. കോമൺ ഡിഫറൻസ് അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 6th ടേമിൽ നിന്ന് 10th ടേമിലേക്ക് പോകണമെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. സോ 1, 2, 3, 4 റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. അപ്പൊ എത്ര ടൈംസ് നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടി വരും? 1, 2, 3, 4 ടൈംസ് ആഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ x10 കാണണമെങ്കിൽ
x6 അറിയാമെങ്കിൽ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 4 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. സോ നമുക്ക് x6 24 തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 24 പ്ലസ് 12 എഴുതുമ്പോൾ 36 എന്ന് നമുക്ക് 10th ടേം എഴുതാം. അപ്പൊ ഇവിടെ നോക്കാം, ഒരു ടേം തന്നിട്ട്, ഇവിടെ നമ്മൾ റിസൾട്ട് പഠിച്ചതാണ്, ഒരു ടേം തന്നിട്ട് ഏതെങ്കിലും ഒരു ടേം ആയിക്കോട്ടെ, x25 കാണണം. നമുക്ക് തന്നിരിക്കുന്നത് x10 ആണ്. അപ്പൊ x10നോട് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് x25 എത്താം? ഈ രണ്ട് നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. ഇവിടെ കണ്ടോ, 10ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടിട്ട് 4 എന്ന് എഴുതിയത്. ഇവിടെ 25ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ വരിക? 15 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. തിരിച്ച് x10 തന്നിട്ട് x1ലേക്ക് പോകാനാണെങ്കിലോ, x10ൽ നിന്ന് ഇത് തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് കാണുന്നത്. 1ഉം 10ഉം എത്രയാണ്? 9 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. നമുക്ക് ലെഫ്റ്റ് സൈഡിലെ നമ്പർ കാണാൻ മൈനസ് ചെയ്യാം, റൈറ്റ് സൈഡിലെ നമ്പർ കാണാൻ ആഡ് ചെയ്യാം. എന്ത് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം എന്ന് നോക്കണമെങ്കിൽ ഈ രണ്ട് ടേമിന്റെ പൊസിഷൻ ആണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ 25ഉം 10ന്റെയും ഡിഫറൻസ് 50, ഇവിടെ 1ന്റെയും 10ന്റെയും ഡിഫറൻസ് 9. ഇതിൽ പ്ലസും ഇതിൽ മൈനസും. ഇത് തന്ന ടേം x10 ആണ്, അതിന്റെ അപ്പുറത്ത് റൈറ്റ് സൈഡിലുള്ള നമ്പർ ആണെങ്കിൽ പ്ലസ് ചെയ്യാം. തന്ന ടേം 10 ലെഫ്റ്റ് സൈഡിലെ പൊസിഷൻ ആണ് കാണേണ്ടെങ്കിൽ -9. അപ്പൊ ഈ ഒരു റൂൾ പ്രകാരം നമുക്ക് എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇതും ഈ ഒരു ടൈപ്പിലുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പൊ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. Now let's do a question from our textbook, that is question number 2, page number 21. The terms in the two positions of some arithmetic sequences are given below. Write the first 5 terms of each. ചില സമാന്തര ശ്രേണികളിലെ രണ്ട് നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ തന്നിട്ടുണ്ട്. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. അപ്പൊ നമുക്കറിയാം, ഒരു ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടേമും കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് x3 is equal to 34, x6 equal to 67. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 2 ടേംസ് തന്നിട്ടുണ്ട്. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 2 ടേംസ് തന്നാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കാണും. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ആദ്യം തന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. സോ ടേം ഡിഫറൻസ്, ടേംസ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ടേം 34 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞ ആ ടേമിന്റെ പൊസിഷനാണ്, 34 ആണ് ടേം. x6 സമം 67 എന്ന് പറഞ്ഞാൽ 6th പൊസിഷനിലെ ടേം ആണ് 67. സോ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 67ഉം 34ഉം തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 67ന്റെ പൊസിഷൻ 6, 34ന്റെ പൊസിഷൻ 3. So 67 minus 34 is 33 by 6 minus 3, 3. 33 by 3 എന്ന് പറഞ്ഞാൽ 11. So common difference is equal to 11 കിട്ടി. ഇനി നമുക്ക് ഒന്നാമത്തെ ടേമിലേക്ക് പോകണം. അപ്പൊ x1ിലോട്ട് പോകണം. നമുക്ക് ഏത് ടേം കൺസിഡർ ചെയ്യാം? x3 കൺസിഡർ ചെയ്യാം അല്ലെ? അപ്പൊ x3 അറിയാമെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഉള്ള ടേം ആണ് x1. സോ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് എന്ന് ഓർക്കണം. ഇനി ഈ 1ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരിക? 2 കോമൺ ഡിഫറൻസ്. സോ ദാറ്റ്സ് ഈക്വൽ ടു x3 നമുക്ക് തന്നിട്ടുണ്ട് 34 എന്ന്, -2 ഇൻറ്റു കോമൺ ഡിഫറൻസ് 11 ആണ് നമുക്ക് കിട്ടി. സോ 34 മൈനസ് 22 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 34 - 22 12 എന്ന് ഫസ്റ്റ് ടേം കിട്ടും. ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസും അറിയാം. സോ നമുക്ക് ആദ്യത്തെ 5 ടേംസ് എഴുതാൻ ഈസിയാണ്. Therefore, first 5 terms are ആദ്യത്തെ ടേം 12 ആണ്. രണ്ടാമത്തെ ടേം കിട്ടണമെങ്കിൽ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. സോ 12ന്റെ കൂടെ 11 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 23 കിട്ടും. 23ന്റെ കൂടെ വീണ്ടും 11 ആഡ് ചെയ്യുമ്പോൾ 34. അത് ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്.
പിന്നെ 34 വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. സോ വാട്ട് യു ഗെറ്റ് 45. ഒരു പ്രാവശ്യം കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് 5 ടേംസിലെ ലാസ്റ്റ് 5th ടേം നമുക്ക് കിട്ടും. സോ 56. സോ ദ ഫസ്റ്റ് 5 ടേംസ് ആർ 12, 23, 34, 45 and 56. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ട്. x3 43 ആണ്, x6 76 ആണ്. സോ രണ്ട് ടേംസ് തന്നാൽ വി ക്യാൻ ഫൈൻഡ് കോമൺ ഡിഫറൻസ്. That's equal to term difference divided by position difference, പദവ്യത്യാസം by സ്ഥാനവ്യത്യാസം. So term difference 76 minus 43 divided by position difference 6 minus 3. So അതേ ഓർഡറിൽ തന്നെ എഴുതണം. 76 ഫസ്റ്റ് എഴുതിയാൽ ആ പൊസിഷൻ വേണം ആദ്യം എഴുതാൻ. Now 76 minus 43 എന്ന് പറഞ്ഞാൽ what do you get? 33. 33 by 6 minus 3 3. So common difference 11 ആണ്. ഇനി ഫസ്റ്റ് ടേം കാണണം. ഫസ്റ്റ് ടേം കാണാൻ x1 is equal to x3 യൂസ് ചെയ്യാം. x3 തന്നെ ലെഫ്റ്റിലുള്ള ടേം ആണ് കാണുന്നത്. സോ മൈനസ് ഈ 1ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. സോ 2 കോമൺ ഡിഫറൻസ്. സോ x3 43 ആണ്. Minus 2 into common difference 11 ആണ്. So what do you have? 43 minus 22 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 21 ഫസ്റ്റ് ടേം കിട്ടും. Therefore നമുക്ക് ഫസ്റ്റ് 5 ടേംസ് എഴുതാം because we know the first term and the common difference here. So first term 21. So second term എന്ത് വരും? 21ന്റെ കൂടെ common difference 11 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 32 കിട്ടും. 32ന്റെ കൂടെ വീണ്ടും 11 ആഡ് ചെയ്യുമ്പോൾ 43. അത് ഓൾറെഡി ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് x3 എന്താണെന്ന്. 43ന്റെ കൂടെ വീണ്ടും 11 ആഡ് ചെയ്യുമ്പോൾ 54 വരും. വീണ്ടും 11 ആഡ് ചെയ്യുമ്പോൾ 65 വരും. സോ ഇതാണ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. Third question, again we have 2 terms of the arithmetic sequence. x3 third term 2 ആണ്, fifth term 3 ആണ്. So we can find common difference. Common difference is equal to term difference. So 3 minus 2 by position difference 5 minus 3. So 3 minus 2 1 by 5 minus 3 2. So the common difference is 1 by 2 half. Now we can find the first term. x1 is equal to x1 നമുക്ക് x3 ൽ നിന്ന് കണ്ടുപിടിക്കാം. സോ x3യുടെ ലെഫ്റ്റിലുള്ള ടേം ആണ് x1. സോ മൈനസ് ചെയ്യണം അല്ലെ. 1ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ് വരെ. സോ 2 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. സോ വാട്ട് യു ഗെറ്റ്? x3 എന്ന് പറഞ്ഞാൽ 2 ആണ്. മൈനസ് 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് 1 by 2 ആണ്. സോ 2 minus 2 into 1 by 2. That means half of 2. Half of 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് അല്ലെ. 2ന്റെ പകുതി 1 ആണ്. So 2 minus 1 is equal to 1. So we got the first term. First term is equal to 1. അപ്പൊ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് 5 ടേംസ് എഴുതാം. സോ ഫസ്റ്റ് ടേം 1. സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ 1ന്റെ കൂടെ കോമൺ ഡിഫറൻസ് ഹാഫ് ആഡ് ചെയ്യാം. 1 പ്ലസ് ഹാഫ് 1 and half. ഓക്കെ, 1 and halfന്റെ കൂടെ വീണ്ടും ഹാഫ് ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 2ന്റെ കൂടെ ഹാഫ് ആഡ് ചെയ്യുമ്പോൾ 2 and half. 2 and halfന്റെ കൂടെ ഹാഫ് ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. സോ ദീസ് ആർ ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ്. ഫോർത്ത് വൺ വി ഹാവ് ഫോർത്ത് ടേം നാലാം പദം 2, സെവൻത് ടേം ഏഴാം പദം 3. സോ വി ക്യാൻ ഫൈൻഡ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു term difference. That means 3 minus 2. 3 minus 2 1. I'll write here. 3 minus 2 divided by 7 minus 4. 3 minus 2 എത്രയാ? 1 by 7 minus 4 3. So നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. എന്ത്? 1 by 3. സോ നമുക്കിനി ഫസ്റ്റ് ടേം കാണണം. അപ്പൊ ഫസ്റ്റ് ടേം കാണാൻ നമുക്ക് x4 x7 എടുക്കാം. x4 ആണ് എടുക്കുന്നതെങ്കിൽ ലെഫ്റ്റിലുള്ളതാണ്. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങേ അറ്റത്ത് ലെഫ്റ്റ് അറ്റത്ത് വരുന്നതാണ്. സോ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ മൈനസ് ചെയ്യും. ഇനി 1ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. സോ 3 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം എന്ന് അർത്ഥം. സോ വാട്ട് ഇസ് x4? x4 ക്വസ്റ്റിനകത്ത് വന്നിട്ടുണ്ട് 2 ആണെന്ന്. സോ 2 minus 3 into കോമൺ ഡിഫറൻസ് 1 by 2. അപ്പൊ 2 minus 3 into 1 by 3 എന്ന് പറഞ്ഞാൽ 3ഉം 3ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് ദിസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം.
3 and 3 എന്ന് പറഞ്ഞാൽ ഒരേ നമ്പേഴ്സ് വരും, അല്ലെങ്കിൽ 3യും മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും, 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. സോ ഓൾ ടുഗെദർ ഇവിടെ നമുക്ക് എന്താ ഉണ്ടാവത്തുള്ളൂ? 1 ഉണ്ടാവുള്ളൂ. സോ 2 - 1 = 1. സോ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി 1. കോമൺ ഡിഫറൻസും അറിയാം. സോ നമുക്ക് ഫസ്റ്റ് 5 ടേംസ് എഴുതാം. ആദ്യത്തെ ടേം 1. ഇനി 1ന്റെ കൂടെ 1/3 ആഡ് ചെയ്യുമ്പോൾ 1/3 എന്ന് എഴുതാം നിങ്ങൾക്ക്. അല്ല എങ്കിൽ എങ്ങനെ എഴുതും? 1 + 1/3 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഒരു ഫ്രാക്ഷൻ നമ്പർ ആണ് ആഡ് ചെയ്യുന്നത്. സോ ഇവിടെയുള്ള ഈ ഹോൾ നമ്പർ 1നെ ഫ്രാക്ഷൻ ഫോമിൽ എഴുതാം വിത്ത് ഡിനോമിനേറ്റർ 3. ഛേദം 3 ആയ വിധത്തിൽ 1നെ എങ്ങനെ എഴുതാം? 3/3 എന്ന് എഴുതാം. കാരണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ നമ്പർ ആണെങ്കിൽ അതിന്റെ വാല്യൂ 1 ആണ്. സോ ഡിനോമിനേറ്റർ 3 ആയി എഴുതണം എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ എന്തായിട്ട് തന്നെ എഴുതാം? 3 ആയെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 1ന് പകരം 3/3 + 1/3 ചെയ്താൽ ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പൊ അതിന്റെ സമ്മിനകത്തും ഡിനോമിനേറ്റർ 3 തന്നെയായിരിക്കും. സോ നമുക്ക് ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. 3 + 1 4. സോ രണ്ടാമത്തെ ടേം എന്താ വരിക? 4/3. ഓക്കെ. മൂന്നാമത്തെ ടേം കിട്ടണമെങ്കിൽ ഈ 4/3ന്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് 1/3 ആഡ് ചെയ്യണം. സോ ഇത് രണ്ടും ഫ്രാക്ഷൻസ് ആണ്, സെയിം ഡിനോമിനേറ്റേഴ്സ് ആണ്. സോ ആൻസറിലും ഡിനോമിനേറ്റർ 3 തന്നെയാ വരിക. ന്യൂമറേറ്റർ എങ്ങനെ കിട്ടും? 4 + 1 5 കിട്ടും. സോ മൂന്നാമത്തെ ടേം 5/3. നാലാമത്തെ ടേം കണ്ട് സമയം കളയണമെന്നില്ല. ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് നാലാമത്തെ ടേം എത്രയാണെന്ന്. 2 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 2 ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇനി 2ന്റെ കൂടെ വീണ്ടും 1/3 ആഡ് ചെയ്യണം. 2 + 1/3 എങ്ങനെ ആഡ് ചെയ്യും? 2 + 1/3 എന്ന് പറഞ്ഞാൽ 2 ഇതിനെ ഫ്രാക്ഷൻ ഫോമിൽ എഴുതാം അല്ലെ. 2 + 1/3 എന്നാൽ 2നെ നമുക്ക് ഫ്രാക്ഷൻ ഫോമിൽ എഴുതാം. 2നെ എങ്ങനെ ഫ്രാക്ഷൻ ഫോമിൽ എഴുതാം? 2/1 എന്ന് എഴുതാം. സോ 2/1 + 1/3 ഇങ്ങനെ വരുമ്പോൾ ഡിനോമിനേറ്റർ സെയിം അല്ല. ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ LCM എടുക്കും. 1 3 ആണ് അതിന്റെ LCM എന്ന് പറഞ്ഞാൽ ഇതിനെ 2നെ മൾട്ടിപ്ലൈ ചെയ്യാം. 1നെ 3നെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 ഇവിടെ എഴുതാം. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 3 6 + 1 × 1 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 7/3 എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ ഗിവൺ അരിത്മെറ്റിക് സീക്വൻസ്. ഒരു ഹോൾ നമ്പർ ഇതിന്റെ കൂടെ ഒരു ഫ്രാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ഫോമിൽ എഴുതണമെന്നില്ല. അപ്പൊ നമുക്ക് നേരത്തെ ഫ്രാക്ഷൻ ഫോമിൽ ആഡ് ചെയ്ത് 7/3 കിട്ടിയിരുന്നു. ഇത് ആഡ് ചെയ്യാതെ ഒരു ഹോൾ നമ്പർ ആണെങ്കിൽ ഇതിവിടെ ഡിനോമിനേറ്റർ 3 ആണെങ്കിൽ അതേ ഡിനോമിനേറ്റർ തന്നെ എഴുതാം. എന്നിട്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 3 6 പ്ലസ് ആ 1 തന്നെ എഴുതാം. സോ 7/3 കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോസ് 4 + 1/5 ചെയ്യണം. എങ്ങനെ ചെയ്യും? ഡിനോമിനേറ്റർ 5 ആണ് അല്ലെ. സോ ആ 5 തന്നെ എഴുതാം. പിന്നെന്ത് ചെയ്യുന്നു? 4 × 5 നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ മെത്തേഡ് തന്നെയാണ്. ഇത് കുറച്ചുകൂടെ ഷോർട്ടായി ഞാൻ പറയുന്നു. 4 × 5 ചെയ്യാം 20 പ്ലസ് ഈ 5ന്റെ അതേ ന്യൂമറേറ്റർ തന്നെ എഴുതി വെക്കുക. 21/5. ഇങ്ങനെ 2-3 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ ഒരു ഹോൾ നമ്പർ ഒരു ഫ്രാക്ഷനും തമ്മിൽ ആഡ് ചെയ്യുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. ഈ ക്വസ്റ്റ്യന്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ 2 ടേംസ് തന്നിട്ടുണ്ട്. x2 സെക്കൻഡ് ടേം 5 ഫിഫ്ത്ത് ടേം 2. 2 ടേംസ് തന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കോമൺ ഡിഫറൻസ് കാണാം. എങ്ങനെ കാണാം? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. എപ്പോഴും ഓർത്തോളൂ, 2 ടേംസ് തന്നാൽ അപ്പം ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സോ 2 - 5 ടേം ഡിഫറൻസ് അല്ലെ. ഇങ്ങനെ വലുതിൽ നിന്ന് ചെറുതെന്നുള്ളതല്ല എടുക്കുന്നത്. എപ്പോഴും രണ്ടാമത്തെ പൊസിഷനും 5ാമത്തെ പൊസിഷനാ തരുന്നെങ്കിൽ 5ാമത്തെ പൊസിഷനിൽ നിന്ന് രണ്ടാമത്തെ ആ ഓർഡറിൽ പോയാൽ മതി. സോ 2 - 5 ദാറ്റ് ഈസ് ദ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സോ 2 എന്നിട്ട് അതിന്റെ പൊസിഷൻ വേണം ആദ്യം. 5 - 2. ഇനി 2 - 5 എത്രയാണ്? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇടാം. സോ 5ൽ നിന്ന് 2 കുറച്ചാൽ 3 കിട്ടും. വലിയ നമ്പറായ 5ന്റെ സൈൻ മൈനസ് ആണ്. സോ -3 ബൈ 5 - 2 3. അപ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ പോസിറ്റീവ് നമ്പർ. നെഗറ്റീവ് ബൈ പോസിറ്റീവ് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ബൈ പോസിറ്റീവ് നെഗറ്റീവ് ആണ്. 3/3 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയ വാല്യൂ എന്താണ്? 1 ആണ്. സോ വി ഗോട്ട് എ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു -1. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. x1. x1 നമ്മൾ കാണുന്നത് x2ൽ നിന്നാണ് അല്ലെ. x2ൽ നിന്ന് x1 കാണണമെങ്കിൽ
ഒരു കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി ആണല്ലോ. ഇങ്ങനെ എടുക്കാം, 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 1. സോ 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് തന്നെ ആയിരിക്കും. സോ x2 5 ആണ് തന്നിട്ടുണ്ട്, മൈനസ് കോമൺ ഡിഫറൻസ് എന്താ -1. സോ ഈ 2 മൈനസ് ഇടാനും മറക്കരുത്. ഈ മൈനസ് ആ ഒരു ഫോർമുലയിലുള്ളതാണ്. -1 എന്ന് പറയുന്നതാണ് കോമൺ ഡിഫറൻസ്. സോ 2 മൈനസ് അടുത്തടുത്ത് വന്നാൽ എന്താവും? പ്ലസ് ആവും, പിന്നെ ആ 1. സോ 5 + 1 = 6. സോ ഫസ്റ്റ് ടേം കിട്ടി 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള 5 ടേംസും എഴുതാം. സോ ഫസ്റ്റ് ടേം 6, സെക്കൻഡ് ടേം ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 5 ആണെന്ന്. തേർഡ് ടേം എന്ത് വരും? 5 + -1, അപ്പൊ 4 വരും. ഇനി 4 + ഒരു നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ നമ്പർ മൈനസ് ചെയ്യാന്നർത്ഥം. -1 കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 കുറയ്ക്കുക എന്നാണ്. ആഡ് -1 എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? സബ്ട്രാക്ട് 1 എന്നാണ്. സബ്ട്രാക്ട് 1 ഇത് ഓർമ്മയിൽ വെച്ചോണം. സോ -1 ആഡ് ചെയ്യാന്നുള്ളതിന് നമ്മൾ എങ്ങനെ എടുത്താൽ മതി? എളുപ്പത്തിന് 1 കുറയ്ക്കുക എന്നെടുത്താൽ. ഇപ്പൊ 4 - 1 3 വരും, 3 - 1 2 വരും. സോ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ് ആർ 6, 5, 4, 3 and 2. Question number 3, page number 21. The fifth term of an arithmetic sequence is 38 and the ninth term is 66. What is its 25th term? ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 38ഉം 9ാം പദം 66ഉം 25ാം പദം എന്താണ്? ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഇവിടെ ഒരു സീക്വൻസിനകത്തെ 2 പൊസിഷനിലെ ടേംസ് തന്നിട്ടുണ്ട്. 5th ടേമും അറിയാം, 9th ടേമും അറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 2 ടേംസ് അറിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കാണാം. എങ്ങനെ കാണാം കോമൺ ഡിഫറൻസ്? ടേം ഡിഫറൻസ് divided by position difference. Term difference divided by position difference. അപ്പൊ ടേം നോക്കൂ, 5th ടേം 9th ടേം ആണ് തന്നത്. സോ ആദ്യം നമുക്ക് 9th ടേമില് 9th ടേം എഴുതാം. എന്താണിത്? 66. അതും 5th ടേം ദാറ്റ് ഇസ് 38 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 66 - 38 ഡിവൈഡഡ് ബൈ 66 എത്രാമത്തെ പൊസിഷനിലെ ടേം ആയിരുന്നു? 9. 38 എത്രാമത്തെ പൊസിഷനിലെ ടേം ആയിരുന്നു? 5. ഇനി 66 - 38 എത്രയാണ്? 66 - 38 എന്ന് പറഞ്ഞാൽ 28 ആണ്. ഡിവൈഡഡ് ബൈ 9 - 5 4 ആണ്. സോ 28/4 7 കിട്ടും. സോ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 7 കിട്ടും. ഇനി കാണേണ്ടത് എന്താണ്? 25th ടേം ആണ്. x25 കാണണം. അപ്പൊ അതിന് നമുക്ക് അറിയാവുന്ന ഒരു ടേം ഒന്ന് തുടങ്ങാം. നമുക്ക് 5th ടേമും അറിയാം, 9th ടേമും അറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5th ടേമിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഈ 5th നമുക്ക് അറിയാവുന്ന ടേമിന്റെ റൈറ്റ് സൈഡിലുള്ള ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? പ്ലസ്. മനസ്സിലായല്ലോ? ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ മൈനസ്നും റൈറ്റ് സൈഡിലെ ടേം എന്ന് പറഞ്ഞാൽ പ്ലസും ചെയ്യാം. 25ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ വരിക? 20 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. സോ എന്ത് വരും? x5 നമുക്ക് തന്നിട്ടുണ്ട് 38 ആണെന്ന്, പ്ലസ് 20 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു 7 ആണെന്ന്. സോ 38 പ്ലസ് 20 ഇൻറ്റു 7. എങ്ങനെ 20 ഇൻറ്റു 7 കാണാം? 20ൽ ഈ 0 കണക്കാക്കണ്ട, 2 മാത്രം എടുക്കാം. 2ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടുന്ന് 20ന്ന് 0 ഉള്ളതാണ്, 0നെ ഒഴിവാക്കിയിട്ട് 2 മാത്രം എടുക്കുന്നു. 2ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 14 കിട്ടും. പിന്നെ 20ന്റെ കൂടെയുള്ള 0യും കൂടെ ഇടാം. സോ നമുക്ക് എന്ത് കിട്ടും? 140 കിട്ടും. ഇനി ആഡ് ചെയ്യാൻ എളുപ്പമാണ്. 38ഉം 140യും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 178. സോ 25th ടേം എന്ന് പറഞ്ഞ ആൻസർ എന്താണ്? 178. ഒരു SSLC ക്വസ്റ്റ്യൻ ചെയ്യാം. The 6th and 11th terms of an arithmetic sequence are 38 and 73. Then find the first term. ഒരു സമാന്തര ശ്രേണിയിലെ 6ാം പദം 38, 11ാം പദം 73 ആണ് എങ്കിൽ ആദ്യ പദം കാണും. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എപ്പോഴും എന്ത് തന്നു അവിടുന്ന് തുടങ്ങണം. നമുക്ക് തന്നിരിക്കുന്നത് ഒരു സീക്വൻസിലെ 2 ടേംസ് ആണ്. ഏതൊക്കെ പൊസിഷനിലെ ടേംസ് ആണ് തന്നിരിക്കുന്നത്? 6th ടേമും 11th ടേം. അങ്ങനെ 2 ടേംസ് തന്നാൽ എന്ത് കാണാൻ പറ്റും? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് divided by position difference.
ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഈ ടേംസ് ഏതാ നോക്ക്, 6th ടേം അല്ലെ, 6ാം പദം 38. സോ ഇനി 11ാം പദം 73. അപ്പൊ നമ്മൾ എപ്പോഴും റൈറ്റ് സൈഡിലുള്ള തന്നിരിക്കുന്നതിൽ റൈറ്റ് സൈഡിലുള്ള ടേംസിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലെ ടേം മൈനസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ 6th 11th തന്നാൽ 11th നിന്ന് 6th കുറയ്ക്കുക. വലുതിൽ നിന്ന് ചെറുതെന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോകണ്ട. 11th നിന്ന് 6th കുറയ്ക്കുക. അപ്പൊ 11th ടേം എത്രയാണ്, 73 ആണ്. സോ 73 മൈനസ് 6th ടേം 38 ആണ്. സോ 73 മൈനസ് 38. ഇനി താഴെ 73യുടെ പൊസിഷൻ 11 ആണ്. സോ 11 ഫസ്റ്റ് എഴുതണം. 38ന്റെ പൊസിഷൻ 6 ആണ്. അത് കഴിഞ്ഞ് 38ന്റെ താഴെ 6 എഴുതാം. ഇനി 73 മൈനസ് 38 കാണാം. വാട്ട് ഇസ് 73 മൈനസ് 38? 35 ഡിവൈഡഡ് ബൈ 11 മൈനസ് 6 5 അല്ലെ. 11 6 പോയാൽ 5 ബാക്കി. അപ്പൊ 35/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 7. നമുക്ക് എന്ത് കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം ആണ് ക്വസ്റ്റിനകത്ത് കാണാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് x1 കാണണം. നമുക്ക് അറിയാവുന്നത് x6ഉം 6th ടേമിനെ നമ്മൾ x6 എന്ന് എഴുതാം, അല്ലെങ്കിൽ x11. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. x6 ഞാൻ എടുക്കുവാണെങ്കിൽ ലെഫ്റ്റിലുള്ള ടേം ആണ് x1 അല്ലെ. x6 എഴുതിയിട്ടുണ്ടെങ്കിൽ x6ന്റെ ഇപ്പുറത്തോട്ടാണ് നമ്മൾ x1 എഴുതുക. അപ്പൊ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതിക്കോളാം, മൈനസ്. ഇനി 1 6 തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. സോ 5 കോമൺ ഡിഫറൻസ്. അപ്പൊ x6 എന്ത് വരും, x6 നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 38 ആണെന്ന്. സോ 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് 7 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ 38 മൈനസ് 5 ഇൻറ്റു 7 35 ആണ്. സോ 38 മൈനസ് 35 എന്ത് വരും, 3 എന്ന് ആൻസർ കിട്ടും. അടുത്തൊരു SSLC ക്വസ്റ്റ്യൻ. The 7th term of an arithmetic sequence is 60 and the 12th term is 100. What is its 27th term? ഒരു സമാന്തര ശ്രേണിയിലെ 7ാം പദം 60ഉം 12ാം പദം 100ഉം 27ാം പദം എത്ര? രണ്ട് ടേംസ് തന്നാൽ എന്ത് കണ്ടുപിടിക്കാം, കോമൺ ഡിഫറൻസ് കാണും. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് പദവ്യത്യാസം ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് സ്ഥാന വ്യത്യാസം. സോ ടേം ഡിഫറൻസ് 7th ടേം തന്നിട്ടുണ്ട്, 12th ടേം തന്നിട്ടുണ്ട്. സോ 12th ടേം ആദ്യം എഴുതാം. 100 മൈനസ് 7th ടേം എത്രയാ, 60. 100ന്റെ പൊസിഷൻ 12 ആണ്, 60ന്റെ പൊസിഷൻ 7 ആണ്. ഇനി 100ൽ നിന്ന് 60 കുറച്ചാൽ 40, 12ൽ നിന്ന് 7 കുറച്ചാൽ 5. സോ 40/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 8. നമുക്ക് എന്ത് കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് 27th ടേം. എന്നിട്ട് ഇവിടെ നിന്ന് ഫസ്റ്റ് ടേം ഒന്നും കാണേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 27th ടേം കാണും. അതിന് നമുക്ക് 7th ടേം യൂസ് ചെയ്യാം, 12th ടേം യൂസ് ചെയ്യാം. ഞാൻ 7th ടേം ആണ് യൂസ് ചെയ്യുന്നത്, x7. ഇനി നോക്കാം, x7ൽ നിന്ന് അതിന്റെ റൈറ്റ് സൈഡിലെ ടേമാ x27. അപ്പൊ എന്ത് ചെയ്യാം, പ്ലസ് ചെയ്യാം. ഓക്കെ. ഇനി 27ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 20 ആണ്. സോ 20 അല്ലെ, 27ന് 7 കുറച്ചാൽ എത്ര വരും, 20. അത് തമ്മിലുള്ള രണ്ട് നമ്പർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് കണ്ടുപിടിക്കാം. 20 കോമൺ ഡിഫറൻസ്. x7 എന്ന് പറഞ്ഞാൽ 7th ടേം ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 60 ആണെന്ന്. സോ 60 പ്ലസ് 20 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു, പൊതുവ്യത്യാസം 8 ആണെന്ന്. സോ നമുക്ക് എന്ത് വരും, 60 പ്ലസ് 20 ഇൻറ്റു 8 എങ്ങനെ ചെയ്യും, 2 ഇൻറ്റു 8 കാണാം, 16 വരും. പിന്നെ ആ 0 അങ്ങ് ഇടാം. അപ്പൊ എന്ത് കിട്ടി, 60 പ്ലസ് 160, 60ന്റെ കൂടെ 160 കൂട്ടിയാൽ 220. അപ്പം 27ാം പദം എത്രയാണ്, 220. ഒരു SSLC ക്വസ്റ്റ്യൻ കൂടെ ഈ ടൈപ്പിൽ നിന്ന്. The 10th term of an arithmetic sequence is 20 and its 20th term is 52. A. Find its common difference. B. Write the sequence. ഒരു സമാന്തര ശ്രേണിയിലെ 10ാം പദം 20, 20ാം പദം 52, പൊതുവ്യത്യാസം കാണുക, ശ്രേണി എഴുതുക. സോ നമുക്ക് ആദ്യം എ പാർട്ട് തന്നെ ചെയ്യാം. എ പാർട്ടിൽ കോമൺ ഡിഫറൻസ് ആണ് കാണേണ്ടത്. രണ്ട് ടേംസ് തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസ് ആണ് തന്നിരിക്കുന്നത്. 10th ടേമും 10ാമത്തെ പൊസിഷനിലെ ടേമും തന്നിട്ടുണ്ട്, 20ാമത്തെ പൊസിഷനിലെ ടേമും തന്നിട്ടുണ്ട്. സോ കോമൺ ഡിഫറൻസ് എങ്ങനെ കാണും, രണ്ട് ടേംസ് തന്നാൽ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10th ടേം 20, 20th ടേം 52. അപ്പൊ നമുക്ക് 20th ടേം ആദ്യം എഴുതാം. സോ 52
ടേം 52 ആണ്. 10th ടേമിലെ ടേം 20 ആണ്. ഇനി 52 എന്ന് പറയുന്നത് എത്രാമത്തെ പൊസിഷനില്ല? 20ാമത്തെ പൊസിഷൻ. 20 എന്ന് പറയുന്നത് എത്രാമത്തെ പൊസിഷനില്ല? 10 അല്ലെ? അപ്പൊ 52 മൈനസ് 20, 52ൽ നിന്ന് 20 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 32. 20ൽ നിന്ന് 10 കുറച്ചാൽ 10. അപ്പൊ നമുക്ക് 32/10 എന്ന് കിട്ടും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെഴുതാം, അല്ല എങ്കിൽ ദശാംശ രൂപത്തിലും എഴുതാം. ഡെസിമൽ ഫോമിൽ നമുക്ക് എഴുതാം. 32/10 എങ്ങനെ ഡെസിമൽ ഫോമിൽ എഴുതാം? ഓരോ സ്ഥാനം വിട്ട് പോയിന്റ് ഇടുക. സോ 32/10 നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെ എഴുതണ്ടേന്ന്. 32/10 എങ്ങനെ എഴുതാം? 3.2. ഇപ്പൊ കോമൺ ഡിഫറൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 3.2. ഇതിനെ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതിയാലും തെറ്റില്ല, പക്ഷെ ഡെസിമൽ ഫോമിൽ എഴുതുക. താഴെ ഡിനോമിനേറ്ററിൽ 10ന്റെ മൾട്ടിപ്പിൾസ് ആണ്, 10ന്റെ ഗുണിതങ്ങളാണ് വരുന്നതെങ്കിൽ ഡെസിമൽ ഫോമിൽ എഴുതുന്നതാണ് നല്ലത്. ഇനി നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് കോമൺ ഡിഫറൻസ് 3.2 എന്ന് കിട്ടി. 3.2 കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുമ്പോ A, B എന്ന് കറക്റ്റ് എഴുതിക്കൊള്ളണം. സീക്വൻസ് എഴുതാനാണ്. സീക്വൻസ് എഴുതണമെങ്കിൽ എന്ത് കാണണം? ഒന്നാമത്തെ ടേം കാണണം. അപ്പൊ ഫസ്റ്റ് ടേം കാണണമെങ്കിൽ x1 കാണണമെങ്കിൽ നമുക്ക് x10 എന്ന് തുടങ്ങാം. കാരണം നമുക്ക് 10th ടേം അറിയാം. x10 മൈനസ് 1ഉം 10ഉം അല്ലെ? ഫസ്റ്റ് ടേം കാണണമെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യുക, കോമൺ ഡിഫറൻസിന് ചെയ്യുക. 1ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 9 ആണ്. 9 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. സോ എന്ത് വരും? x10 നമുക്ക് തന്നിട്ടുണ്ട് 20 ആണെന്ന് തന്നിട്ടുണ്ട്. മൈനസ് 9 ഇൻറ്റു 3.2. സോ 20 മൈനസ് ദശാംശ സംഖ്യകളുടെ ഗുണനം എങ്ങനെ ചെയ്യാം? ദശാംശ 3.2 എന്നുള്ളതിനെ പോയിന്റ് കൺസിഡർ ചെയ്യാതെ 32 എന്ന് എടുക്കാം. 32നെ ഈ നമ്പർ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സാധാരണ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 9, 2 ഇൻറ്റു 9 18. 1 ശിഷ്ടം വരും. 9 ഇൻറ്റു 3 27. 27 ഒന്നും കൂട്ടിയാൽ 28. നമുക്ക് എന്ത് കിട്ടി? 288 എന്ന് കിട്ടി. പോയിന്റ് ഒരു ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ടാണ്. സോ നമ്മള് ലെഫ്റ്റിലോട്ട്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടാം. സോ നമുക്ക് എന്ത് വരും? 28.8 എന്ന് വരും. അപ്പൊ നമുക്കറിയാം 20നേക്കാളും വലിയ നമ്പറാണ് 28.8 അല്ലെ? അപ്പൊ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുമ്പോൾ ആൻസർ എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ആ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? വലിയ നമ്പറായ 28.8ൽ നിന്ന് ചെറിയ നമ്പറായ 20 കുറയ്ക്കും. അത് ദശാംശ സ്ഥാനം ഇല്ല എങ്കിൽ അവിടെ എന്തിടാം? 0 ഇടാം നിങ്ങൾക്ക്. അപ്പൊ 8 മൈനസ് 0 8 വരും. 8 മൈനസ് 0 8. 2 മൈനസ് 2 0. അപ്പൊ നമുക്ക് അവിടെ എഴുതണ്ട. എന്താ വരിക? 8.8. സോ ഒന്നാമത്തെ ടേം കിട്ടി. എന്താ വരിക? മൈനസ് 8.8. അപ്പൊ നമുക്ക് സീക്വൻസ് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇനി ഫസ്റ്റ് ടേം മൈനസ് 8.8 ആണെങ്കിൽ രണ്ടാമത്തെ ടേം എന്താവും? മൈനസ് 8.8നോട് കൂടി കോമൺ ഡിഫറൻസ് 3.2 കൂട്ടണം. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണെങ്കിൽ വലിയ നമ്പറായ 8.28ൽ നിന്ന് ചെറിയ നമ്പറായ 3.2 കുറയ്ക്കും. 8ന്ന് 2 പോയാൽ 6, 8ന്ന് 3 പോയാൽ 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5.6 കിട്ടും. എന്നിട്ട് വലുതിന്റെ ചിഹ്നമായ മൈനസ് ഇടും. സോ എന്ത് വരും? മൈനസ് 5.6. ഓക്കെ. ഇനി ഒരു ടേമും കൂടെ കണ്ടുപിടിച്ചാൽ മതി. സീക്വൻസ് എഴുതണമെങ്കിൽ മിനിമം 3 ടേംസ് കണ്ടെത്തണം. ഇനി അടുത്തത് മൈനസ് 5.6ന്റെ കൂടെ കോമൺ ഡിഫറൻസ് 3.2 കൂട്ടണം. അപ്പൊ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണെങ്കിൽ, രണ്ട് നമ്പേഴ്സും വ്യത്യസ്തം, ഒന്ന് നെഗറ്റീവ് നമ്പറും ഒന്ന് പോസിറ്റീവ് നമ്പറും ആണെങ്കിൽ വലിയ നമ്പറായ 5.6 നെഗറ്റീവ് കൺസിഡർ ചെയ്യാതെ 5.6ൽ നിന്ന് 3.2 കുറയ്ക്കുക. അപ്പൊ എത്ര വരും? 2.4 വരും. എന്നിട്ട് വലുതിന്റെ ചിഹ്നമായ വലിയ നമ്പർ 5.6 അതിന്റെ ചിഹ്നം മൈനസ് ആണ്. മൈനസ് ഇടുക. എന്നിട്ട് എന്തിടാ? എക്സെട്ര ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് സീക്വൻസ്.